ഹലോ മക്കളെ, വെൽക്കം ടു സൈലം ലേണിംഗ്. അഖിൽ നാംസ് ആണ്. അപ്പോൾ നമ്മുടെ +1 എക്കണോമിക്സ് മോഡൽ എക്സാമിന് വേണ്ടിയിട്ട് ഇനി പഠിക്കാൻ 2 ദിവസം കൂടിയേ നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളൂ അല്ലേ. നമുക്കറിയാം +1 എക്കണോമിക്സിൽ നമുക്ക് തിയറിയും പഠിക്കാനുണ്ട്, പ്രോബ്ലംസും പഠിക്കാനുണ്ട്. അതിൽ നമുക്ക് പ്രോബ്ലംസിലാണ് കുറച്ച് കുട്ടികൾക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം അതിൽ പ്രോബ്ലംസിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥിരമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ച് കാണുന്ന ഒരു ചോദ്യമാണ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. 4 മാർക്കിന് വരെയൊക്കെ ചോദിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്തായാലും ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യം തന്നെയാണ് നമ്മുടെ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. അപ്പോൾ ഇത് കണ്ടുപിടിക്കുന്ന സമയത്ത് ഓരോ കുട്ടികളും ഓരോ ഇക്വേഷൻ ആണ് പഠിച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ മിസ് എന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ കുറച്ച് സ്റ്റെപ്പ് കുറവുള്ളതുമായിട്ടുള്ള ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ നിങ്ങൾ ഇത് തന്നെ ആയിരിക്കാം പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് കോറിലേഷൻ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഈ രീതിയിലായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നുണ്ടായിരിക്കുക. 2 വേരിയബിൾസ് ഉണ്ടാവും, എക്സ് ഉണ്ടാവും, വൈ ഉണ്ടാവും. ഇത് തമ്മിലുള്ള കോറിലേഷൻ ആണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്തൊക്കെയാ ചെയ്യാൻ പോണത്, അല്ലെങ്കിൽ ആദ്യം നമുക്ക് ഇക്വേഷൻ കാണാം. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. R = R എന്നാണ് നമ്മൾ കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷനെ റെപ്രസെന്റ് ചെയ്യുന്നത്. R = n സിഗ്മ xy മൈനസ് സിഗ്മ x into സിഗ്മ y ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് n സിഗ്മ x സ്ക്വയർ മൈനസ് സിഗ്മ x ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് n സിഗ്മ y സ്ക്വയർ മൈനസ് സിഗ്മ y ഹോൾ സ്ക്വയർ. കാണുമ്പോൾ ഇതൊരു വലിയ ഇക്വേഷൻ ആയിട്ടൊക്കെ തോന്നും, പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യമുള്ളത് നോക്കാം. എക്സും വൈയും എന്തായാലും നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ സിഗ്മ XY നമുക്ക് ആവശ്യമുണ്ട്. അതായത് XY നിങ്ങൾ കണ്ടുപിടിക്കണം, x × y നിങ്ങൾ കണ്ടുപിടിക്കണം. പിന്നെ എക്സിൻ്റെ സിഗ്മയും വൈൻ്റെ സിഗ്മയും നമുക്ക് ആവശ്യമായിട്ടുണ്ട്. XY കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ സിഗ്മ ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് x² നിങ്ങൾ കണ്ടുപിടിക്കണം, കാരണം അതിൻ്റെ സിഗ്മ നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം, സിഗ്മ x ഹോൾ സ്ക്വയർ, അത് നമുക്ക് ഇക്വേഷനിൽ ഇട്ട് കണ്ടുപിടിക്കാം. പിന്നെ y² നിങ്ങൾ കണ്ടുപിടിക്കണം, കാരണം നമുക്ക് സിഗ്മ y² ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അതായത് x² വേണം, y² വേണം, xy വേണം. ഇതിൻ്റെയൊക്കെ സിഗ്മയും നിങ്ങൾക്ക് വേണം. അപ്പോൾ ഇത് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം ഇത് എങ്ങനെയാണ് വരിക എന്നുള്ളത്. ഇപ്പം മിസ് ഇവിടെ ഓൾറെഡി x² കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. x² എന്ന് പറഞ്ഞാൽ x × x, എക്സിൻ്റെ സ്ക്വയർ ആണല്ലോ. അതായത് 17ന്റെ സ്ക്വയർ 289, 18ന്റെ സ്ക്വയർ 324. ഈ രീതിയിൽ ഞാൻ x² കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ y², 12ന്റെ സ്ക്വയർ 144, 16ന്റെ സ്ക്വയർ 256. ആ രീതിയിൽ y² കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ xy, x × y 17 × 12 204, 18 × 16 288. അപ്പോൾ ആ രീതിയിൽ x²ഉം y²ഉം xyയും ഞാനിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ x²ന്റെ ടോട്ടലും മിസ് ഇവിടെ കണ്ടിട്ടുണ്ട്, y²ന്റെ ടോട്ടലും കണ്ടിട്ടുണ്ട്, xyയുടെ ടോട്ടലും കണ്ടിട്ടുണ്ട്. ഈ രീതിയിൽ നമ്മൾ ആദ്യം കണ്ടുപിടിച്ച് വെക്കുക. പിന്നെ തീർന്നില്ല, നമുക്ക് ആരുടെ ടോട്ടലും കൂടെ ആവശ്യമായിട്ടുണ്ട്, എക്സിൻ്റെയും വൈൻ്റെയും ടോട്ടലും കൂടെ നമുക്ക് വേണം. ഓക്കെ, ഇതൊക്കെ ക്വസ്റ്റ്യനിലുള്ളതാണ് കേട്ടോ. അപ്പോൾ 17 + 18 + 19 + 19 + 20 + 20 + 21 + 21 + 22 + 23, 200 നമുക്ക് എക്സിൻ്റെ ടോട്ടൽ വരിക. അതേപോലെ വൈൻ്റെ കണ്ടുപിടിക്കാം. 12 + 16 + 14 + 11 + 15 + 19 + 22 + 16 + 15 + 20, 160 എന്നും കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ആദ്യം നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിലുള്ളത് അതേപോലെ എഴുതിയെടുക്കുക. പിന്നെ x² കാണാം, y² കാണാം, xy കാണാം, എല്ലാത്തിൻ്റെയും സിഗ്മയും കാണാം. ഇനി നമുക്ക് നേരെ നമ്മുടെ ഇക്വേഷനിലേക്ക് വരാം. ഇവിടെ ഒരു n നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ. ഈ n എന്ന് പറയുന്നത് എത്ര നമ്പർ ഓഫ് ഐറ്റംസ് ഉണ്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്നുള്ളതാണ്. അപ്പം എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10, 10 ഐറ്റംസ് ആണുള്ളത്. അപ്പോൾ n എന്ന് പറയുന്നത് 10 ആയിരിക്കും. 10 × സിഗ്മ xy എത്രയാടാ, അതാ xyയുടെ സിഗ്മ നമുക്ക് 3 2 3 5 എന്ന് നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 2 3 5. ഇനി മൈനസ് സിഗ്മ x × സിഗ്മ y. സിഗ്മ x എത്രയാ, നമുക്ക് 200 എന്ന് കിട്ടിയിട്ടുണ്ട്. ദെൻ സിഗ്മ y എത്രയാ, ഇതാ 160 എന്നും ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ്, ആദ്യത്തെ റൂട്ട് ഓപ്പൺ ചെയ്യുന്നു, n സിഗ്മ x². n 10 ആണ്. സിഗ്മ x² എത്ര കിട്ടിയിട്ടുണ്ട്, 4030 എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 4030 മൈനസ് സിഗ്മ എക്സിൻ്റെ ഹോൾ സ്ക്വയർ. സിഗ്മ x എത്ര, 200 ആണ്. അപ്പോൾ 200ന്റെ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി ഇത് ഇൻറ്റു അടുത്ത റൂട്ട് ഓപ്പൺ ചെയ്യുന്നു, n സിഗ്മ y² ആണ്. n വീണ്ടും 10 ആണ്. അപ്പോൾ സിഗ്മ y² എത്രയാണ്, സിഗ്മ y² 2668 മൈനസ് സിഗ്മ വൈയുടെ ഹോൾ സ്ക്വയർ. സിഗ്മ y 160 ആണ്. അപ്പോൾ 160ന്റെ ഹോൾ സ്ക്വയർ. ഇത്രയും എഴുതി വെക്കാം. ഇനി ഇത് സിമ്പിളായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മളിത് സോൾവ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. നമുക്ക് ആദ്യം ചെയ്യാം. 10 × 3235. അപ്പം നമുക്കറിയാം 10 കൊണ്ട് കുടിക്കുന്ന സമയത്ത് ഒരു 0 കൂടി ഇട്ട് കൊടുത്താൽ മതിയല്ലോ. യെസ്. ഇനി 200 × 160, അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം കാൽക്കുലേറ്ററിൽ. അപ്പോൾ 32,000 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഡിവൈഡഡ് ബൈ
റൂട്ട് ഓഫ് 10 ഇൻറ്റു 4030 എന്ന് പറയുമ്പോൾ ഒരു 0 കൂടി ഇട്ട് കൊടുക്കുന്നു, 40,300 മൈനസ് 200ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 40,000 ആണ് വരുന്നത്. ഓക്കെ, അപ്പം അതവിടെ ചെയ്ത് വെക്കുന്നു. ഇനി അടുത്തത് 10 ഇൻറ്റു 2668 എന്ന് പറയുമ്പോൾ ഒരു 0 കൂടെ 26,680. 160ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 25,600 വരാം. ഇനി ഇത് വീണ്ടും അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും സോൾവ് ചെയ്യാണ്, ചെറുതാക്കാണ്. 3250 നിന്ന് നമ്മൾ 32,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 350 നമുക്ക് കിട്ടുക. ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 40,300 അല്ലേ. 40,300 നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? 40,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 300 കിട്ടുക. ദെൻ ഇൻറ്റു റൂട്ട് ഓഫ് 26,680 നിന്ന് നമ്മൾ 25,600 മൈനസ് ചെയ്ത് കഴിയുമ്പോൾ 1,080 എന്ന് കിട്ടുന്നുണ്ട്. അപ്പം ഇനി ഇതിൻ്റെയൊക്കെ റൂട്ട് കൂടെ കണ്ടുപിടിക്കാം. 300ന്റെ റൂട്ട് എത്രയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് റൂട്ട് ഇടുന്നു. 300ന്റെ റൂട്ട് എന്ന് പറയുന്നത് 17.32 ആണ്. ഇനി നമുക്ക് 1080ന്റെ റൂട്ട് വേണം അല്ലേ. 1080ന്റെ റൂട്ട് വേണം. അത് 32.86 ആണ് എന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി ഇത് ഒന്നും കൂടെ ചെറുതാക്കാണ്. 350 ഡിവൈഡ് ബൈ അടിയിലുള്ളത് നമുക്ക് ഇൻറ്റു ചെയ്യാം. 17.32 ഇൻറ്റു 32.86 569.135 ആണ്. ഞാൻ 14 നാക്കാണ്. അപ്പം 350 ഡിവൈഡഡ് ബൈ 569.14. അപ്പം നമുക്ക് 0.6149 ആണ്. 615 നാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. കുറച്ച് ടൈം എടുക്കുമെങ്കിലും കുറച്ച് സ്റ്റെപ്സ് കുറവാണ് ഈ ഒരു ഇക്വേഷനിൽ. മറ്റൊരു ഇക്വേഷൻ കൂടി ഉണ്ട്. ആ ഒരു ഇക്വേഷനിൽ പക്ഷെ നമുക്കൊരു ഇതിനേക്കാളും കൂടുതൽ ഒരു 2 സ്റ്റെപ്പ് നമുക്ക് അധികം വരും. അപ്പം ഇതായിരിക്കും കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് കാൾ പിയേഴ്സൺ. അപ്പം ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ എന്തായാലും പഠിച്ചു വെച്ചേക്കണം. കാരണം നമുക്ക് എന്തായാലും കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ എക്സാമിന് ചോദിക്കും ഉറപ്പായിട്ടും. പിന്നെ തന്നിട്ട് കിട്ടിയിട്ടുള്ള ആൻസർ എന്ത് ടൈപ്പ് കോറിലേഷൻ ആണ് അല്ലെങ്കിൽ അത് എന്താണെന്നുള്ളത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് പോസിറ്റീവ് ആണ്, ഇത് പോസിറ്റീവ് കോറിലേഷൻ ആണ്. അതുപോലെ തന്നെ നമുക്ക് 5ന്റെ എബവ് ആയതുകൊണ്ട് സ്ട്രോങ് പോസിറ്റീവ് കോറിലേഷൻ ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ. അത്ര സ്ട്രോങ് അല്ല, എന്നാലും സ്ട്രോങ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സിംപ്ലി ഇത് പോസിറ്റീവ് കോറിലേഷൻ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇനിയും എക്കണോമിക്സിൽ, സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സിൽ ഇനിയും ഒരുപാട് പ്രോബ്ലംസും ഒരുപാട് ഇക്വേഷൻസും നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരം കൃത്യം 7:30 നമ്മുടെ ഓൾ ഇക്വേഷൻസ് ആൻഡ് പ്രോബ്ലംസ്, നമ്മുടെ എക്കണോമിക്സിലെ എല്ലാ ചാപ്റ്റേഴ്സിലെയും എല്ലാ ഇക്വേഷൻസും പ്രോബ്ലംസും ഒക്കെ ഒരു ലൈവായിട്ട് മിസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും കൃത്യം 7:30 ആകുന്ന സമയത്ത് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടല്ലോ എക്കണോമിക്സിൽ. അപ്പോൾ എല്ലാവരും ആ ലൈവിൽ ഒന്ന് ജോയിൻ ചെയ്ത് കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.